ഹലോ, ഗുഡ് മോർണിംഗ്. എടാ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് വീഡിയോ കണ്ടു. ലൈവ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവ് കണ്ടതല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അതിലൊരു ചേച്ചി, ഒരു ലേഡിയാണ്, ഒരു ഇത്ത. എന്താ ആളുടെ പേര്? സുനിതാന്നോ കാസിമ? സുനിത കാസിം. ആള് പറയണു നമ്മൾ ചെറിയ ടീമാണ്, നമ്മൾ അത്ര എന്താ പറയാ, ഒരു ലോക്കൽ ടീമാണ്. ആക്ക് നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മാക് ജൂനിയേഴ്സ് അത്ര ചെറിയ ടീമല്ല. ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ മാക് ജൂനിയേഴ്സിന്റെ കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചേച്ചിനോട് ആദ്യം പറയാം. പിന്നെ എനിക്ക് ചേച്ചിനെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ചേച്ചിനോട് മാത്രമല്ല, എനിക്ക് എല്ലാ പെൺപിള്ളേരോടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കരയും, പിന്നെ ജീവിതകാലം മൊത്തം ഞാൻ കരയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ, ഞാൻ ഇന്നലെ തന്നെ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് നിങ്ങൾ നമ്മളും തമ്മിൽ ഇടപാട് കുച്ചിനായി. അപ്പൊ നമുക്ക് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ വേറെ ആർക്കോ എന്തെങ്കിലും പറയണതിന്റെ പേരിൽ നിങ്ങൾ വന്ന സ്ഥിതിക്ക്, നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാം. അതായത് ഇത് നമ്മുടെ മാക് ജൂനിയേഴ്സിന്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മാക് ജൂനിയേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതായത് നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് തൂത്താൽ മതി. ഇത് തൂക്കുമ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയാ, അത്യാവശ്യം നമ്മുടെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറും. പിന്നെ നാക്കിനാണ് ചൊറിച്ചിലെങ്കിൽ ഇത് ഞങ്ങളുടെ മാക് ജൂനിയേഴ്സിന്റെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ മാക് ജൂനിയേഴ്സിന്റെ വേറൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് നാക്കിനൊക്കെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് രണ്ടും നമ്മൾ പണ്ട് നമ്മുടെ ജിയോ ഇല്ലേ, ജിയോ കൊടുത്ത് ഓർക്കണ്ടോ? ജിയോ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഓഫറൊക്കെ കൊടുത്തിട്ട് ഓർക്കണ്ട എന്ന് പറയുന്ന പോലെ ഈ രണ്ട് കോമ്പോസിറ്റ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ ആ കേസ് അങ്ങ് തീർന്നു കേട്ടോ. അപ്പൊ നമ്മൾ സുന്ദര ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടോ. ഇനി സുന്ദര ചേച്ചിക്ക് നിങ്ങൾക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അതായത് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആട്ടോ. നമ്മുടെ തമ്മിലുള്ള എല്ലാ പരിപാടിയും തീർന്നിട്ടോ, നമ്മൾ തമ്മിലുള്ള എല്ലാ കരാറും തീർന്നു. ഇനി ജിനിച്ചേട്ടാ, നിങ്ങൾ ഒടുക്കത്ത കലാകാരനാണ്. നിങ്ങൾ എന്ത് നല്ല കലാകാരനെന്ന് പറയുമോ? നിങ്ങളുടെ കോമഡി ഇന്നലെ ഞാൻ എൻ്റെ മോനെ ഇരുന്ന് കടിച്ച് മരിച്ച്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നാട്ടുകാരെ പിള്ളേരെ ചിരിപ്പിക്കാൻ നടക്കുമ്പോൾ നിങ്ങളുടെ മോള് റോട്ടിലിരുന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ചെറ്റ പരിപാടിയല്ലേ? സോറി, കുട്ടികൾ വേണ്ട പരിപാടിയാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, മോശമായിപ്പോയി. എന്നാലും ആ പരിപാടി ശരിയാണോ? അത് ചെറ്റത്തരല്ലേ, അല്ലെങ്കിൽ തെറ്റിത്തരല്ലേ? അത് പാടില്ല. നിങ്ങൾ ആദ്യം അതൊന്ന് ക്ലിയർ ആക്കുക. നിങ്ങൾ ആ വശം ഒന്ന് ക്ലിയർ ആക്കുക. നിങ്ങൾ വേണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ. അതിനാണല്ലോ നമ്മുടെ ഇന്ത്യയില് നമ്മുടെ സർക്കാർ ഈ പറയണ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടാക്കണേ. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ അത് ചെയ്യാൻ ധൈര്യപ്പെട്ട മാക് ജൂനിയേഴ്സ് നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളുടെ ഇപ്പൊ ഈ വന്നിരുന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് ആദ്യം ചെയ്യും. എന്തായാലും ദേവൂട്ടിക്ക് നീതി കിട്ടുന്നവരെ മാക് ജൂനിയേഴ്സ് ഇനിയും സംസാരിക്കും. അത് ചിലപ്പോൾ ഞാൻ വന്നിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചി വന്നിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ നാളെ ഇത് കേട്ടിട്ട് ആരെങ്കിലും വന്നിരുന്ന് സംസാരിക്കും. അതിന് ബാക്കി പുറത്ത് നിൽക്കുന്നവർക്ക് ചുമ്മാ ചൊറിച്ചിൽ കൊണ്ടിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ പറയുന്നു, പ്രൊഡക്ട്സ് ഉണ്ട് കയ്യില്. മാക് ജൂനിയേഴ്സിന് ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഒന്നുകൊണ്ട് താഴെ കൊടുക്കാം, കോൺടാക്ട് ചെയ്തു. ഇന്നലെ സുനിത കാസിം പറഞ്ഞു, ബുദ്ധിയും വിവരവും ഇല്ല. മാക് ജൂനിയേഴ്സ് വന്നിരുന്ന് അവര് ജെനുവിനാണെന്ന് വിചാരിച്ചു. ബുദ്ധിയും വിവരവും ഇല്ലാത്ത ബംഗാളികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ എവിടെയാ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരോ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ ആയ അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് നമ്മളെയും ചേർത്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ മക്കളെ പോലെയോ നമ്മുടെ സഹോദരന്മാരെ പോലെ കരുതുന്ന അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു മോളെ അമ്മയും ചേർത്ത് പറഞ്ഞ വിഷമം ഉണ്ടാവില്ല എന്നല്ലേ ഞാൻ ചോദിച്ചത്. അത് ഇത്ര സത്യവിരുദ്ധമായിട്ട് വളച്ചൊടിച്ച് അവര് ഈ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ് ഈ രണ്ട് ഇതും കൂടെ കൂടിയിട്ട് ഞാൻ പറഞ്ഞതും അവര് പറഞ്ഞതും അധികം ദിവസം ക്യാപ്പില്ലാതെ പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പൊ നോക്കിയാല് ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവൂലോ. ഈ ലോകത്ത് മൊത്തമുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ മൊത്തം അവര് ദത്തെടുത്തേക്കുവാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ അടുത്തും ജോലി ചെയ്യുന്നുണ്ട്, എന്റെ മക്കളെ പോലെയും എന്റെ സഹോദരന്മാരെയും പോലെ കരുതുന്ന ഞാൻ അവരെയാണ് ഉദ്ദേശിച്ചത്. അവര് അതിനെ പൊക്കി പിടിച്ച് ഞങ്ങളുടെ ഹിസ്റ്ററി എടുക്കുക. ഞങ്ങളൊരു ചെറിയ ചാനലാണ്, എല്ലാവരും ചെറുതായിട്ടാ വലുതാകുന്നേ. എല്ലാം ചെറുതായിട്ടാ വലുത്. എത്ര ഉയരത്തിൽ പറഞ്ഞാലും ആകാശത്ത് നിന്നുകൊണ്ട് അവർക്ക് സമ്മാനം കിട്ടത്തില്ല. അത് താഴെ തന്നെ വന്ന സമ്മാനം മേടിക്കണമെങ്കിൽ
ഇനിയിപ്പോ എന്താ അവർക്ക് ഇങ്ങനെ പറയാൻ അവരും ഈ തനിജ വന്നേ പിന്നെയാണ് ഈ പറയുന്ന ഈ സ്ത്രീകളൊക്കെ ആരാണെന്ന് ജനം അറിഞ്ഞു തുടങ്ങിയത് തന്നെ. അപ്പൊ പിന്നെ അവര് ഇത്രയും ഹോരം പ്രസംഗിച്ചിട്ട് ഹിസ്റ്ററി തേടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ടായിരുന്നു അതൊരു ജെന്യൂനായിട്ടുള്ള ചാനലാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ പിന്നെ ആ വിചാരമൊക്കെ അങ്ങ് മാറിയോ? എന്തൊക്കെയാ ഈ ലോകത്ത് നടക്കുന്നേ? എന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവരൊക്കെ പോട്ടെ, തനിജയും പോട്ടെ, എല്ലാവരും പോട്ടെ, ഈ പറയുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പെമ്മക്കളില്ലേ? ഇവരെയൊക്കെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു കൊച്ചിനെയും കൊടുത്തിട്ട് അവർക്ക് വണ്ണം കുറവാണെന്നോ അല്ലെങ്കിൽ വണ്ണം കൂടുതലാണെന്നോ കെട്ടിപ്പിടിച്ചു കിടക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു പെണ്ണിന്റെ കൂടെ പോയ ഇവര് ഇങ്ങനെ സമാധാനപ്രിയരാ, അതൊന്നും കുഴപ്പമില്ല, അവനത് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ഇവര് വീട്ടിലിരിക്കുവോ? അങ്ങനെയാണോ ചെയ്യല്? അല്ലാതെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടോ ഇവരൊന്നും ചെയ്യത്തില്ല. അപ്പൊ പിന്നെ ഇവർക്ക് മാത്രം എന്താ? ഇവരെ കൊണ്ട് എല്ലാവരും വലുതാക്കി ഒരു ഫെയിം ഉണ്ടാക്കി എടുത്തിട്ട് ഇവരെ ഇങ്ങനെ നാഗ പറയുന്ന ഭാഷയിൽ പറയണം. അതൊന്നും അങ്ങനെ പറയാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചു. എനിക്കിപ്പോ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മാക്ജൂനിയസ് വലുതോ ചെറുതോ ഇതൊന്നും അല്ല സംസാര വിഷയം. ദേവൂട്ടിക്ക് നീതി കിട്ടണം, അത് ബിനിച്ചേട്ടാ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കും, നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വാർത്തയും പുതിയൊരു സംസാര വിഷയവുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ എന്നാ ബൈ, സി യു.